NTPC പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മെൻസുറേഷൻ ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മക്കളെ, ഇപ്പം നിങ്ങൾ കാണുന്നതാണ് റെക്റ്റാങ്കിൾ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനല്ല നിങ്ങളെ റെക്റ്റാങ്കിൾ കാണിച്ചു തരുന്നതെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന് ലെങ്തും ഉണ്ടാകും ബ്രെഡ്ത്തും ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ അതിനെ സ്ക്വയർ എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ റെക്റ്റാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു ലെങ്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്, നീളവും വീതിയും. സോ ഈ ഒരു സൈഡ് ലെങ്ത് ആണ്, ഇപ്പുറത്തും ഇതേപോലെ ലെങ്ത്, ഇവിടെയും ബ്രെഡ്ത്ത്. സോ രണ്ട് വശങ്ങൾ തുല്യമാവുകയും ലെങ്ത് ഈക്വൽ ആയിട്ട് അപ്പുറത്തും ഒരു ലെങ്ത്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്, അപ്പുറത്തും രണ്ട് സൈഡ് ഈക്വൽ ആണ്. പക്ഷെ 4 ഈക്വൽ അല്ല. സോ രണ്ട് ലെങ്തും രണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. സോ ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈ ഷേപ്പിൻ്റെ പെരിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഒരു എല്ലുണ്ട്, അപ്പുറത്തും ഒരു എല്ലുണ്ട്. അപ്പോൾ ലെങ്തും ലെങ്തും കൂട്ടുന്നു. ഇനി ഇവിടെ ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, ഇപ്പുറത്തും ഒരു ബ്രെഡ്ത്ത് ഉണ്ട്. സോ രണ്ട് ബ്രെഡ്ത്തൂടെ കൂട്ടുന്നു. സോ ഈ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്ററലി സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഇതൊരു റെക്റ്റാങ്കിളാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു നൂല് പിടിച്ച് ഇങ്ങനെ ഇവിടം വരെ അളക്കുന്നു, ഇങ്ങനെ അളക്കുന്നു, ഇങ്ങനെ അളക്കുന്നു, ഇങ്ങനെ അളക്കുന്നു. അപ്പോൾ ഈ നൂലിൻ്റെ ആകെ നീളമാണ് പെരിമീറ്റർ. ചുറ്റുമുള്ള അളവ് ചുറ്റളവ്, ചുറ്റുമുള്ള അളവ് ചുറ്റളവ്, അതായത് 4 സൈഡും കൂടെ കൂട്ടിയാണ്. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ സൈഡ്സ്. സോ 2L 2B. ഇപ്പോൾ നമുക്ക് 2L + 2B എന്ന് എഴുതാമല്ലോ, എഴുതാം. സോ 2 കോമൺ ആയിട്ട് ഇങ്ങനെ പുറത്തെടുത്തിട്ട് നമ്മൾ എന്ത് പറയും? 2 × L + B എന്ന് പറയും. സോ ദാറ്റ് ഈസ് പെരിമീറ്റർ. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? നീളം ഗുണം വീതി. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ചിനകത്ത് ഡയഗണൽ വരുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. മക്കളെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് 50 cm. ഇറ്റ്സ് ഏരിയ ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 5:1. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്ടാങ്കിൾ. അപ്പോൾ ഒരു പെരിമീറ്ററിൻ്റെ, ഒരു റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് 50 cm. അപ്പോൾ ഈ പെരിമീറ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം എഴുതാം. എന്തുവാ? 2 × L + B എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, L + B എത്ര ആയിരിക്കും? 2 കൊണ്ട് ഗുണിച്ചാലാണ്, ലെങ്തും ബ്രെഡ്ത്തൂടെ കൂട്ടി അതിനെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 50 കിട്ടുക. അപ്പോൾ L + B എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 50ൻ്റെ പകുതി ആയിരിക്കും, 25 ആയിരിക്കും. 25 ആയിരിക്കും. The perimeter of a rectangle is 50 cm. Its area and length are in the ratio 5:1. ഇനി ഒരു റേഷ്യോ ഇവിടെ പറഞ്ഞിട്ടില്ലേ? ഇതെന്തുവാ? ഏരിയ ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ 5:1. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ? ഏരിയയും അതേപോലെ ലെങ്തും തമ്മിലുള്ള റേഷ്യോ. ശരിയാണോ? ഏരിയ 5 ആണെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതായത് ലെങ്തിൻ്റെ 5 മടങ്ങാണ് എന്ത്? ഏരിയ എന്ന് പറയുന്നത്. ലെങ്ത് എത്രയാണോ അതിൻ്റെ 5 മടങ്ങാണ് ഏരിയ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഏരിയയെ നമുക്ക് LB എന്നെടുക്കാം, ലെങ്തിനെ L എന്നെടുക്കാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ LB / L is equal to 5/1 എന്ന് എഴുതാം. ബിക്കോസ് A:B എന്ന് പറഞ്ഞാൽ A/B ആണ്. അപ്പോൾ LB = L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ എന്താ? LB എഴുതി എന്തുകൊണ്ടാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ LB = L is equal to LB/L is equal to 5/1 എന്ന് എഴുതാം. കാരണം A:B എന്ന് പറഞ്ഞാൽ A/B ആണല്ലോ. അങ്ങനെ അത് സോൾവ് ചെയ്ത് അങ്ങനെയൊക്കെ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ആൻസർ ഓപ്ഷൻ എടുത്ത് ചെയ്താൽ പോരെ? ഇതിൻ്റെ എന്തായാലും ഇവിടെ കിടപ്പുണ്ടല്ലോ, ഈ റേഷ്യോനകത്തിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നോ നോക്കിയാൽ പോരെ? സോ ഞാൻ എന്ത് ചെയ്യുന്നു? 20 എടുക്കുന്നു. എൻ്റെ ആൻസർ 20 ആണ്. സോ ഞാൻ 20 എടുക്കുന്നു. എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ റെക്റ്റാങ്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ L + B 25 കിട്ടി. അപ്പോൾ L ഞാൻ 20 ആയിട്ട് എടുത്താൽ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. കാരണം L + B അല്ലേ 25 എന്ന് പറയുന്നത്. സോ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 25 - 20 ഈസ് ഈക്വൽ ടു 5. സോ എൻ്റെ അസംഷൻ ലെങ്ത് 20ഉം ബ്രെഡ്ത്ത് 5ഉം ആണെന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. കറക്റ്റ് ആണോ നോക്കുമ്പോൾ ലെങ്ത് 1 അല്ലേ? ലെങ്തിൻ്റെ 5 ഇരട്ടിയാണ് ഏരിയ. ലെങ്ത് എത്ര കിട്ടിയ എനിക്ക്? ലെങ്ത് 20 ആണ് കിട്ടിയത്. ഏരിയ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര ആയിരിക്കും? 20 × 5 ആയിരിക്കത്തില്ല. 20 × 5 എന്ന് പറയുമ്പോൾ എത്ര? 100. ശരിയാണോ? ലെങ്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് ഗുണിച്ചാൽ ഈ 100 കിട്ടുമോ എന്ന് നോക്കാം. കാരണം ലെങ്ത്
20 ബ്രെഡ്ത്ത് 5. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 5 100. സോ ഞാൻ എടുത്തത് ശരിയാ. സോ എൻ്റെ അസംഷൻ കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് 20. അപ്പോൾ എത്ര സമയം വേണം 4 ഓപ്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ. സോ ഒരുപാട് കോംപ്ലക്സിറ്റിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഉത്തരം നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. സോ എത്രയും പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോവുക. സോ ഈ രീതിയിൽ ആൻസർ ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏരിയ റേഷ്യോ ആക്കി അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ആൻസർ നമുക്ക് എത്ര കിട്ടും? 20 സെൻറ്റിമീറ്റേഴ്സ് എന്ന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം, രണ്ടാമത്തെ ചോദ്യം. The length and breadth of a rectangle, the length and breadth of a rectangle are in the ratio 5:3. If the length is 8 meter more than breadth, what is the area of the rectangle? അതായത് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 5:3. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ, ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട് 5:3. 5:3. If length is 8 meter more than breadth, ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ 8 മീറ്റർ കൂടുതലാണ്. നമ്മൾ റേഷ്യോയിൽ നോക്കുമ്പോൾ ലെങ്ത് 5 ആയിട്ടും എടുത്തു, ബ്രെഡ്ത്ത് നമ്മൾ 3 ആയിട്ടും എടുത്തു. ഈ ലെങ്ത് ബ്രെഡ്ത്തായ 3 എത്ര കൂടുതലാണ്? 5 എന്ന് പറയുന്നത് 3 എത്ര കൂടുതലാണ്? റേഷ്യോയിലുള്ള ഡിഫറൻസ് എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. ആ 2 പറയുന്നതാണ് 8. അപ്പോൾ 1 പറയുന്നത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. 2 പറയുന്നത് 8 ആണെങ്കിൽ 1 പറയുന്നത് എത്ര ആയിരിക്കും? 4 ആയിരിക്കും. സോ നമുക്ക് 1 4 കിട്ടിയാൽ ഈ 5 കണ്ടുപിടിക്കരുത് മക്കളെ. 1 പറയുന്നത് 4, 1 പറയുന്നത് എത്ര? 4. അപ്പോൾ 5 പറയുന്നത് എത്ര? ഒരു മുട്ടായിക്ക് 4 രൂപ, 5 മുട്ടായിക്ക് എത്ര? അപ്പം 20 രൂപ. 1 പറയുന്നത് 4, അപ്പം 3 പറയുന്നത് എത്ര? ഒരു മുട്ടായിക്ക് 4 രൂപ, അപ്പം 3 മുട്ടായിക്ക് എത്ര? 12 രൂപ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ? ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്ര? 20. ബ്രെഡ്ത്ത് എത്ര? 12. 20നെ 12 കൊണ്ട് ഗുണിക്കുക, 12നെ 2 കൊണ്ട് ഗുണിച്ചാൽ 24. ആ 0 അതുപോലെ ഇട്ട് കൊടുക്കുക, 240. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. If the length of a rectangle is increased by 12% and breadth is decreased by 8%, then the net effect on the area is. അതായത് നീളം 12% കൂടുന്നു, വീതി 8% കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയയ്ക്ക് വരുന്ന മാറ്റം എന്ത്? സോ വളരെ പെട്ടെന്ന് ഈ ചോദ്യം നമുക്ക് ചെയ്യാം. ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്താൽ മതി, a+b+ab/100 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഓർത്താൽ മതി. a+b+ab/100 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് ഓർത്താൽ മതി. അപ്പോൾ a+b+ab/100. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻക്രീസ് ആണ്. അപ്പോൾ +12%. ബി എന്ന് പറയുന്നത് ഡിക്രീസ് ആണ്, -8%. ഓക്കെ, സോ എക്ക് പകരം 12, ബിക്ക് പകരം -8 പ്ലസ് AB 12 ഇൻറ്റു -8 ഡിവൈഡഡ് ബൈ 100. 12 പ്ലസ് -8, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം എടുക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, 12ൽ നിന്ന് 8 കുറച്ചാൽ 4, വലുതിൻ്റെ ചിഹ്നം 4 ആണ്. പ്ലസ് 12 ഇൻറ്റു 8 96, മൈനസ് വരുന്നുണ്ട്, 12 ഇൻറ്റു -8 ആണ്, അപ്പം -96 ഡിവൈഡഡ് ബൈ 100. സോ 4 പ്ലസ് 96/100 എന്ന് പറയുമ്പോൾ -0.96 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെയും വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം, അപ്പോൾ എത്ര കിട്ടും? 3.04% എന്ന് കിട്ടും. 3.04% എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ എന്താ സംഭവിച്ചത്? ഇൻക്രീസ് അല്ലേ? സോ ഇൻക്രീസ്, കാരണം ഇവിടെ ഫൈനൽ ആൻസർ നമുക്ക് പ്ലസ് അല്ലേ കിട്ടിയത്. സോ ഇൻക്രീസ്ഡ് ബൈ 3.04, ഇൻക്രീസ്ഡ് ബൈ 3.04 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ഈ a+b+ab/100 എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ പെരിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 6:1 and the area of the rectangle is 288 centimeter square, find the length of the rectangle. അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത്? ആദ്യം നമുക്ക് അത് എടുത്ത് എഴുതാം. എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ തന്നിരിക്കുന്നത്? പെരിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ. പെരിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കിൾ. സോ പെരിമീറ്ററും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2 × l+b ആണ്. ബ്രെഡ്ത്ത് അറിയത്തില്ല, സോ ബ്രെഡ്ത്തിനെ ഞാൻ b ആയിട്ട് തന്നെ എടുക്കുന്നു. സോ പെരിമീറ്ററും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ
എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 6:1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ പെരിമീറ്റർ എത്രയായിരിക്കും? 6x ആയിരിക്കത്തില്ല. കാരണം 6 ഇരട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. 6:1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വാല്യൂവിൻ്റെ 6 ടൈംസ് ആണ് ഫസ്റ്റ് വാല്യൂ. സോ ബ്രെഡ്ത്തിനെ എക്സ് ആയിട്ട് എടുത്താൽ ലെങ്ത് എത്രയായിരിക്കും? 6x ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു റേഷ്യോ. ഇനി എനിക്ക് ഈ 2 × L + ബിയും ബിയും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഞാൻ ഈ 2 × L + ബിയെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2L + 2B. 2L + 2B ഈസ് ടു ബി അല്ലേ? കാരണം ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു റേഷ്യോ എത്ര? 6:1 അല്ലേ? 6:1. അപ്പോൾ ഞാൻ സോൾവ് ചെയ്യുമ്പോൾ A:B എന്ന് പറഞ്ഞാൽ A/B ആണല്ലോ മക്കളെ. അതെ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 2L + 2B ഡിവൈഡഡ് ബൈ B ഈസ് ഈക്വൽ ടു 6 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ ഞാൻ ഈ ബിയെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യത്തില്ലേ? ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6B എന്നാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2L + 2B ഈസ് ഈക്വൽ ടു 6B എന്ന് എഴുതാം. ഓക്കെ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ. ഇവിടെ ഈ 6Bയിൽ അപ്പുറത്തോട്ട് ഇത് പോവാം. ഏത്? ഈ 2B പോവാം. അപ്പോൾ അത് മൈനസ് ചെയ്യത്തില്ലേ? ഇതാ ഈ 2B ഈ 6Bയിൽ ഈക്വൽ സൈൻ അപ്പുറത്തേക്ക് പോവാം. ഇവിടെ പ്ലസ് ആണ്. സോ അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആവും. സോ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2L ഈസ് ഈക്വൽ ടു 6Bന്ന് 2B അങ്ങ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 4B എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടുന്ന് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ കിട്ടും. എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ എത്ര കിട്ടും? 2:1. ഇത് ഈ 2ഉം 4ഉം കണ്ടുകൊണ്ട് നിങ്ങൾ 2:4 1:2 എന്ന് പറയരുത്. ഈക്വൽ സൈൻ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന സാധനം റേഷ്യോ ആക്കുമ്പോൾ അപ്പുറത്ത് പോകുമ്പോൾ നേരെ തിരിഞ്ഞു വരും. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 2L ഈസ് ടു ബി എന്ന് പറയുന്നത് എത്ര കിട്ടും? 2:1 എന്ന് കിട്ടും. 2:1 എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 2:1. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ലെങ്തിനും ബ്രെഡ്ത്തിനും പകരം നമുക്ക് 2:1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 2x ഈസ് ടു x എന്ന് എഴുതിക്കൂടെ? എഴുതാമല്ലോ. അപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ 2xനെ x കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? 2x² എന്ന് കിട്ടും. 2x² ആണ് ഏരിയ വരിക അല്ലേ? ആ ഏരിയ എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 288 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 2x² എന്ന് പറയുന്നത് 288 ആണ്. അപ്പോൾ x² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 288നെ 2 കൊണ്ട് ഹരിക്കണം. കാരണം 2x² 288 ആണെങ്കിൽ x² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 288നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 144 എന്ന് കിട്ടും. 144. x² 144 ആണെങ്കിൽ x എന്ന് പറയുമ്പോൾ √144 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 12 കിട്ടി. എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് what we have to find the length of the rectangle. ലെങ്തിനെയാണ് കണ്ടുപിടിക്കുന്നത്. ലെങ്തിനെ നമ്മൾ എത്ര ആയിട്ട് എടുത്തിരിക്കുന്നത്? 2x ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. നമുക്ക് x 12 എന്ന് കിട്ടി. ലെങ്ത് ഈസ് ഈക്വൽ ടു 2x ആണ്. x 12 ആണെങ്കിൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 2 × 12 ഈസ് ഈക്വൽ ടു 24 എന്ന് കിട്ടും. 24 സെൻറ്റിമീറ്റർ. 24 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ ആൻസർ 24 സെൻറ്റിമീറ്റേഴ്സ്. 24 സെൻറ്റിമീറ്റർ. 24 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് അപ്പോൾ നമ്മുടെ ആൻസർ. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണ്? ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 5 ടൈംസ് ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ഓക്കെ. സോ ലെങ്തും ബ്രെഡ്ത്തും. ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഈസ് 5 ടൈംസ് ഓഫ് ഇറ്റ്സ് ബ്രെഡ്ത്ത്. ബ്രെഡ്ത്ത് എത്രയാണോ അതിൻ്റെ 5 മടങ്ങ്. ബ്രെഡ്ത്ത് 1 ആണെങ്കിൽ ലെങ്ത് എത്ര ആയിരിക്കും? 5. സോ 5:1 ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് 5x എന്നും x എന്നും എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. x എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇഫ് ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ പ്ലോട്ട്, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 2000 m². ഏരിയ എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് 5x, ബ്രെഡ്ത്ത് x. 5x x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x × x. അപ്പോൾ എക്സിനെ x കൊണ്ട് ഗുണിച്ചാൽ x². സോ 5x² എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2000 ആയിരിക്കും. 2000 ആയിരിക്കും. അപ്പോൾ x² എത്ര ആയിരിക്കും? 2000 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും? 400. x² 400 ആണെങ്കിൽ x എത്ര ആയിരിക്കും? √400 എത്ര കിട്ടും? 20 കിട്ടും. 20. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. എടാ മക്കളെ, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതല്ലേ നമുക്ക് x ആയിട്ട് കിട്ടിയത്. ബ്രെഡ്ത്തിനെ അല്ലേ നമ്മൾ x ആയിട്ട് എടുത്തിരിക്കുന്നത്. സോ ആൻസർ എത്ര? 20 തന്നെ. സോ ആൻസർ ഇസ് 20. അടുത്ത ചോദ്യം നോക്കാം. Each side of a rectangular field is increased by 10%. Then the percentage
ഇൻക്രീസ് ഇൻ ദ ഏരിയ ഓഫ് ദ ഫീൽഡ്. അതായത് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും രണ്ടും നോർമൽ വാല്യൂ ആയിട്ടിരിക്കുവാന്ന് വിചാരിച്ചു. ഇൻക്രീസോ ഡിക്രീസോ ഒന്നുമില്ല, രണ്ടും സെയിം വാല്യൂ ആയിട്ടിരിക്കുമായിരുന്നു. സോ ലെങ്ത് എത്ര ശതമാനം കൂടുന്നു? 10%. ബ്രെഡ്ത്ത് എത്ര ശതമാനം കൂടുന്നു? 10%. സോ ലെങ്ത് 100 എന്നുള്ളത് എത്ര ആവുന്നു? 110% ആവുന്നു. ബ്രെഡ്ത്തും 100 എന്നുള്ളത് എത്ര ആവുന്നു? 110 ആവുന്നു. സോ ഏരിയ എന്ന് പറയുമ്പോൾ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതെല്ലാത്തിനെയും നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? 10 കൊണ്ട് ഹരിക്കാം. എല്ലാത്തിനും ഒരു 0 വെട്ടിക്കളയാമല്ലോ. അപ്പോൾ എല്ലാത്തിനെയും 10 കൊണ്ട് ഹരിച്ചു. 10 × 10 100. എന്തുകൊണ്ടാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ് ഏരിയ. സോ 10 × 10 100. ഇവിടെ എന്താ സംഭവിച്ചേ? 11 × 11 121. അപ്പോൾ നോക്കിക്കുക, എത്ര ശതമാനം കൂടി? 100 എന്നുള്ളത് 121 എത്ര ശതമാനം കൂടി? 21% കൂടി. സോ ആൻസർ എത്ര? 21%. ഓപ്ഷൻ എ 21%. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. The diagonal of a rectangle is 15 cm and the length is 12 cm. Find the area of the rectangle. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന് എന്തുണ്ട്? ഒരു ഡയഗണൽ ഉണ്ട്. അപ്പം ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് ഡയഗണൽ. എന്താ ഈ ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഒരു ഷേപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള രണ്ട് കോണുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന വരയാണ് നമ്മൾ ഡയഗണൽ എന്ന് പറയുക. മലയാളത്തിൽ വികർണം എന്ന് പറയും. വികർണമാണോ എന്തോ വികർണം എന്ന് പറയും. സോ ഡയഗണൽ 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുറുകെ വരയ്ക്കുന്ന വര, ഇതാണ് ഡയഗണൽ എന്ന് പറയുന്നത്. ഡയഗണൽ എത്ര? 15 സെൻറ്റിമീറ്റർ. പിന്നെ എന്തോ പറഞ്ഞിരിക്കുന്നത്? ആൻഡ് ലെങ്ത് ഇപ്പോൾ നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? 12 ആയിട്ട് എടുക്കാം. ഇത് 12, ഇത് 12 ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു സാധനം കണ്ടുപിടിക്കണം ഈ സൈഡിലുള്ള. കാരണം എങ്കിലേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നോക്കിക്കുക മക്കളെ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? മട്ട ത്രികോണം അല്ലേ? കാരണം ഇത് 90 ഡിഗ്രി അല്ലേ? ഇതാ ഇങ്ങനെ നോക്കിക്കേ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? അതെ. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാവുന്ന റൂൾ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ബേസ് സ്ക്വയർ ആണ്. സോ ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് അല്ല, നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സോ എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എത്രയായിരിക്കും? 15ൻ്റെ സ്ക്വയർ മൈനസ് 12ൻ്റെ സ്ക്വയർ. സോ 15ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 225 മൈനസ് 144 എത്ര കിട്ടും നമുക്ക്? റൂട്ട് ഓഫ് 81. 81ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. 9 കിട്ടും. അപ്പം ലെങ്തും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ഏരിയ അല്ലേ? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എത്ര? 12, ബ്രെഡ്ത്ത് എത്ര? 9. സോ 12 × 9 108 സെൻറ്റിമീറ്റർ സ്ക്വയർ. 108 സെൻറ്റിമീറ്റർ സ്ക്വയർ. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 8. Length and breadth of a rectangular field are in the ratio 5:2. If the perimeter of the field is 238 meter, find the length of the field. അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 5:2. 5:2, 5:2 എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 2 × L+B അല്ലേ? അതെ. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ 5x ആയിട്ടൊക്കെ എടുക്കാം കേട്ടോ. എക്സ് എടുക്കണമെന്നില്ല, അല്ലാതെ തന്നെ ചെയ്യാം. അപ്പോൾ 2 × L-ന് പകരം 5, ബ്രെഡ്ത്തിന് പകരം 2. അപ്പോൾ 2 × 5 × 2 എത്ര? 7. എത്ര കിട്ടും? 14 എന്ന് കിട്ടും. അപ്പോൾ ഈ 14 എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ അല്ലേ? പെരിമീറ്റർ 238 പറഞ്ഞിട്ടുണ്ട്. സോ 14 എന്ന് പറയുന്നതായിരിക്കും എത്ര? 238. 14 മുട്ടായിക്ക് 238 രൂപ. ഒരു മുട്ടായിയുടെ വില എത്ര? 238/14. എത്ര കിട്ടും? 17 എന്ന് കിട്ടും. 17 എന്ന് കിട്ടും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫീൽഡ്. ലെങ്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വാല്യൂ 5 അല്ലേ? 1 എന്ന് പറഞ്ഞാൽ 17 ആണ്. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 17 × 5 എത്ര കിട്ടും? 85. 85 മീറ്റർ. 85 മീറ്റർ. സോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 9. 9ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം എന്താ? പെരിമീറ്റർ ആൻഡ് ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 8:1. അപ്പോൾ എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? പെരിമീറ്റർ ആൻഡ് ലെങ്ത്
റേഷ്യോ എത്ര 8:1. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണേ. അതെ, ഇപ്പോൾ 2 ഇൻറ്റു എൽ പ്ലസ് ബിയും ലെങ്തും തമ്മിലുള്ള റേഷ്യോ 8:1 ആണ്. അപ്പോൾ ഈ 2 ഇൻറ്റു എൽ പ്ലസ് ബി നമ്മൾ നേരത്തെ മുമ്പ് ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അതേ പ്രൊസീജിയർ ഞാനിവിടെ ഫോളോ ചെയ്യുവാണ്. സോ 2L പ്ലസ് 2B ഡിവൈഡഡ് ബൈ എൽ. അതെന്താ, ഇത് തമ്മിലുള്ള റേഷ്യോ. കാരണം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതിനെ നമുക്ക് 2L പ്ലസ് 2B എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ലെങ്ത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതിയാൽ? ബിക്കോസ് ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിക്കേ, 2 ഇൻറ്റു എൽ പ്ലസ് ബി ഈസ് ടു എൽ അല്ലേ റേഷ്യോ വരുന്നത്. അതെ, ഇതെന്ന് പറയുമ്പോൾ എ ഈസ് ടു ബി അല്ലേ, ഇത് എ ഈസ് ടു ബി എന്ന രൂപത്തിലല്ലേ. അതെ, എ ഈസ് ടു ബി നമുക്ക് എങ്ങനെ എഴുതാം? എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ആയിട്ട് എഴുതാം, ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇൻറ്റു എൽ പ്ലസ് ബി 2L പ്ലസ് 2B എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു റേഷ്യോ എത്ര? 8:1. ഇതിനെ നമുക്ക് എ ബൈ ബി എന്ന് എഴുതാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? 8/1. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. ഇനി ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2L പ്ലസ് 2B എന്ന് തന്നെ കിട്ടും. കാരണം ഒന്നുകൊണ്ടല്ലേ ഗുണിക്കുന്നത്. ഇങ്ങനെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 8L എന്ന് കിട്ടും. ഇനി 2L ഈസ് ഈക്വൽ ടു 2B ഈസ് ഈക്വൽ ടു 2B ഈസ് ഈക്വൽ ടു ഈ 8L നിന്ന് 2L കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2B ഈസ് ഈക്വൽ ടു 6L എന്ന് കിട്ടും. കാരണം 8 നിന്ന് 2 പോയാൽ 6 അല്ലേ. സോ അവിടെ നമുക്ക് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ 1:3 എന്ന് കിട്ടും. 1:3 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏരിയ 1323. ഏരിയ എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x:3x എന്ന് എഴുതാമല്ലോ. ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ നമുക്ക് x:3x എന്ന് എഴുതാം. എന്തുവാ കണ്ടുപിടിക്കേണ്ടേ? ഏരിയ അവർ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുമ്പോൾ എന്തോ ലെങ്തും ബ്രെഡ്ത്തൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ലെങ്ത് x ആണ്, ബ്രെഡ്ത്ത് 3x ആണ്. സോ എത്ര കിട്ടും? 3x² എന്ന് കിട്ടും. ആ 3x² എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? 3x² എന്ന് പറയുന്നത് 1323 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ x² എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1323 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. 1323നെ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? x² എന്ന് പറയുമ്പോൾ 441 എന്ന് കിട്ടും. സോ x² 441 ആണെങ്കിൽ x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? √441 എത്ര കിട്ടും? 21 എന്ന് കിട്ടും. എത്ര കിട്ടും? 21 എന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ x എത്രയാണ്? 21 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? ലെങ്താ കണ്ടുപിടിക്കേണ്ടേ അല്ലേ? സോ ലെങ്ത് ഇസ്റ്റ് ബ്രെഡ്ത്ത് റേഷ്യോ ആണ് നമുക്ക് x:3x കിട്ടിയത്. ലെങ്ത് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? x തന്നെയാണ്. സോ ലെങ്ത് ഈസ് ഈക്വൽ ടു x ഈസ് ഈക്വൽ ടു 21. സോ ആൻസർ എത്രയാണ്? 21, ഓപ്ഷൻ സി. ആൻസർ എത്രയാണ്? 21, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് a² മൈനസ് b². ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഇസ് a+b. വാട്ട് വിൽ ബി ഇറ്റ്സ് ബ്രെഡ്ത്ത്? അല്ലേ, ഇതൊക്കെ വെറുതെ എങ്കിലും കണക്ക് ക്ലാസ്സിൽ ഉറങ്ങിയെങ്കിലും ഇരുന്ന ഒരുത്തനാണെങ്കിലും ഇതിനൊക്കെ ഉത്തരം എഴുതും അല്ലേ. നിങ്ങൾ കണക്ക് ക്ലാസ്സിൽ നിങ്ങൾ കയറണ്ട. നിങ്ങൾ കണക്ക് ക്ലാസ്സിൽ കയറിയില്ല. നിങ്ങൾ കണക്ക് ക്ലാസ് സ്കിപ്പ് ചെയ്തു. സാറ് കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ വഴിയേ കൂടെ സാറ് കാണാതെ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും സാറ് ക്ലാസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ക്ലാസ്സിൽ സാറ് കണക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ കണക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ക്ലാസ്സിൽ കയറിയില്ല, നിങ്ങൾ മുങ്ങി നടക്കുവാന്ന് വിചാരിച്ചു. അപ്പോൾ സാർ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ സാറ് കാണാതെ ജനലിൻ്റെയൊക്കെ താഴെ കൂടി ഇങ്ങനെ മുങ്ങി നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ അവിടെ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇതിന് ഉത്തരം എഴുതും. കാരണം അത്രയ്ക്കും സിമ്പിളാണ്. കാരണം എന്താ? a+b ഇൻറ്റു a-b ഈസ് ഈക്വൽ ടു a² മൈനസ് b² അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഇസ് a² മൈനസ് b². ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ. അപ്പം ഏരിയ എന്ന് പറയുന്നത് a² മൈനസ് b² ആണ്. ലെങ്ത് a+b ആണ്. ലെങ്ത് a+b ആണ് ഇൻറ്റു എന്തുകൊണ്ട് ഗുണിച്ചാലാണ് a² മൈനസ് b² കിട്ടുക? a² മൈനസ് b² കിട്ടണം. a+b എന്തുകൊണ്ട് ഗുണിക്കണം? a-b. സോ ദി ആൻസർ ഇസ് a-b. a-b. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. എന്താണ്? ഓപ്ഷൻ ഡി. സോ ലെങ്ത് a+b ആണെങ്കിൽ ലെങ്ത് a+b ആണ്, ഏരിയ a² മൈനസ് b² ആണ്. സോ ബ്രെഡ്ത്ത് എത്ര തന്നെ ആയിരിക്കും? a+b തന്നെ ആയിരിക്കും. a-b ആയിരിക്കും. ലെങ്ത് a+b എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബ്രെഡ്ത്ത് എത്ര ആയിരിക്കും? a-b തന്നെ ആയിരിക്കും. സോ അങ്ങനെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. 10 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. സോ ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലുള്ള ചോദ്യങ്ങളുള്ളത് നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ വളരെ
എളുപ്പമുള്ള ഒരു ഏരിയ ഇല്ലേ. മെൻസുറേഷൻ റെക്റ്റാങ്കിളിനകത്തിൽ നിന്നും ഒരു പരിധിക്കപ്പുറം വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നന്നായിട്ട് കഴിയുന്നത്ര ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ട്. ധാരാളം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. സോ അങ്ങനെ നിൽക്കട്ടെ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.